ഞാൻ റിവ്യൂ വായിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്നെ പോലത്തെ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലോത്തിങ് മാർക്കറ്റ്. ജെൻ സിയുടെ ആണ്. ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പ്രിയ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. എന്തായാലും അത് വാങ്ങില്ല. പ്രിയ പറയുന്ന പ്രിയക്ക് ചേരില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഞാൻ പ്രിയനെ ഡ്രസ് ചെയ്താ ആണോ നല്ലത്, അതോ പ്രിയനെ ഡ്രസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് പറയാ. Hi guys, good morning. Welcome to our new vlog. Welcome from the beautiful city of Ho Chi Minh. And ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 1.5 ദിവസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്നലെ കുറേ സൈറ്റ്സ് ഓഫ് ഹോ ചി മിൻ കാണിച്ചല്ലോ. ഇന്ന് നമ്മൾ ഹോ ചി മിനിൽ നിങ്ങൾ മസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നേച്ചർ ബ്യൂട്ടി ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി കോസ്മോപൊളിറ്റൻ സിറ്റി. പക്ഷേ ഇവിടുത്തെ ഫാഷൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. സോ യു ഗെറ്റ് ദിസ് അമേസിങ് ഹൈ ക്വാളിറ്റി റെപ്ലിക്ക ഡ്രസ്സസ്. എപ്പോഴും എൻ്റെ ഈ അഡിഡാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ 2, 3, 4 വർഷമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രീറ്റ് ഫാഷൻ ഉണ്ട്. എനിക്കൊന്ന് വേൾഡിൽ ഇവിടെയും ചൈനയിലും കാട്ടി അഫോർഡബിൾ ആക്ച്വലി വിയറ്റ്നാമാണ്. സോ നിങ്ങൾക്കൊരു കിഡിലൻ ഫാഷൻ ബ്ലോഗ് ആയിരിക്കും ഇന്ന് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവമായിരിക്കും. ഇതാണ് നമ്മുടെ ഫാഷൻ മോഡൽ, കൊറിയൻ ഷാറുഖ് ഖാൻ. ഭയങ്കര ചൂടല്ലേ ഹോ ചി മിൻ, ഭയങ്കര ചൂട്. പക്ഷേ ഈ ഹോട്ടൽ സൈഗോൺ പ്രിൻസ് ഹോട്ടൽ ഹൈലി റെക്കമെൻഡഡ് ആണ്. മെയിൻ ഡിസ്ട്രിക്ട് 1 ഏരിയ ഒക്കെ നമ്മുടെ തൊട്ടടുത്താണ്. റിവർ വ്യൂ ഉണ്ട്, മോൾസ് ഉണ്ട്, ഫുഡ് ജോയിൻസ് ഉണ്ട്. ബെസ്റ്റ് പ്ലേസ് സ്റ്റേ ഇൻ ഹോ ചി മിൻ സിറ്റി ആണ്. ഹോ ചി മിൻ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും വിയറ്റ്നാം ഒന്നും അങ്ങനെ ഭയങ്കര ക്രിസ്മസ് ഇതൊന്നും കാണില്ല. അതെ, പക്ഷേ സിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഇൻ എ ക്രിസ്മസ് വൈബ്. ആക്ച്വലി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. രാവിലെ പ്രിയ വിചാരിച്ചിരിക്കുന്ന പ്രിയ ഭയങ്കര സ്റ്റൈലാണെന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ സ്റ്റൈല് വേറെ ലെവലാണെന്ന് മനസ്സിലാവും. പക്ഷെ അത് പറയാൻ പറ്റില്ല. ഞാൻ റിവ്യൂ വായിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്നെ പോലത്തെ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലോത്തിങ് മാർക്കറ്റ്. ജെൻ സിയുടെ ആണ്. പ്രിയ പറയും, അയ്യേ ഇതൊക്കെയാണ് ആരെങ്കിലും ഇടുന്നത്. ഞാൻ പറയും, ഇതൊക്കെയാണ് ഇന്നത്തെ ഫാഷൻ, നോക്കിക്കോ. ജെൻസിയാ, ഞാൻ ജെൻസിയാ. ആക്ച്വലി എല്ലാം തൊട്ടടുത്താണ്. നമുക്ക് 7 മിനിറ്റ് 8 മിനിറ്റ് കണ്ടുള്ളൂ നടക്കാൻ. പക്ഷേ ടാക്സിക്ക് ആകെ 70 രൂപ ഉള്ളൂ. പിന്നെ നമ്മൾ ചൂടത്ത് നടക്കണ്ടെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ടാക്സി ബുക്ക് ചെയ്യുന്നത്. 70 ഉള്ളൂ. ആക്ച്വലി ജപ്പാനിലേക്ക് 1 മാസത്തേക്ക് പോയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റ് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടിയത്. നൗ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ജപ്പാൻ. വിയറ്റ്നാം ആ ലെവൽ ഉടനെ ആവും, ബാങ്കോക്ക് ഒക്കെ ആയതുപോലെ തന്നെ. സോ അതിന് മുമ്പേ 2026 ഇസ് ദ ബെസ്റ്റ് ഇയർ ഫോർ യു ഗൈസ് ടു വിസിറ്റ് വിയറ്റ്നാം. കാണുന്നൊക്കെ അതൊക്കെ ഈ ബുട്ടീക്സ് ആണ്, ക്ലോത്തിങ് ബുട്ടീക്സ് എല്ലാം. ഭയങ്കര ഒരു എന്താ പറയുക, യങ് സിറ്റിയാന്ന് പറയാം, യങ് സിറ്റി. നമ്മൾ ബിൻകോം മോളിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കും മോളിലെ ഷോപ്പിംഗ് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അല്ല, അത് എല്ലായിടത്തും കിട്ടും. ഇവിടെ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗിനാണ്. എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ട് ഫാഷൻ, സ്ട്രീറ്റ് ഫാഷൻ. അറിയോ ഇതിനെക്കുറിച്ച് വല്ലതും? ഞാൻ കാണിച്ചു തരാം. അപ്പാ ക്യാരി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടോളാം. ഞാനും പെയ്തു. അത് തന്നെ, ആ ഫാഷൻ സെൻസ് ആയിരിക്കും. പച്ച കളർ അതൊക്കെ ആയിരിക്കും. എന്നിട്ട് ഓറഞ്ച് കളർ തൊപ്പിയും വെച്ചു, അതുമായിരിക്കും. എന്നിട്ട് നീല കളർ കണ്ണാടി. ഡെക്കറേഷൻ നോക്ക്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഹാപ്പി സ്റ്റോറിൽ ചെയ്യേണ്ടത്. ഐഡിയാസ് ഇല്ല പ്രിയക്ക്. ഐഡിയാസ് കുറവാ പ്രിയ. I love the first dress. It's so unique, no? എന്തൊക്കെ പറഞ്ഞാലും. ആൻഡ് ഇത് ഡിസൈനർ ബ്രാൻഡ്സ് ആണ്, ഇവിടുത്തെ ലോക്കൽ ഡിസൈനേഴ്സ് ആണ്. സാധാരണ എക്സ്പെൻസീവ് അല്ലേ? ലുക്ക് അറ്റ് ദ പ്രൈസ്, അറൌണ്ട് 650 rupees. ലുക്ക് ഡിസൈനർ വെയർ ഫോർ 650 rupees. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഡെനിം. അതെത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ സോ യൂണീക്, നോ? ഓൺലി ഇൻ ദിസ് ഷോപ്പ്, ഓൺലി ഇൻ വിയറ്റ്നാം യു ക്യാൻ ഗെറ്റ് ഓൾ ദിസ്. അടിപൊളി. അതേ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ക്യാരി ചെയ്ത് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദ ജാക്കറ്റ്, സോ കൂൾ, നോ? യെല്ലോ ഫ്ലിക്കർ എന്ന പേര്. ഓ നൈസ്, നോ? കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു ഫാഷനാണ് ഇവിടെ മൊത്തം. സ്ട്രീറ്റ് ഫാഷൻ, സോ കൂൾ. ഞാൻ എന്തെങ്കിലും എൻ്റെ സൈസിൽ കിട്ടുമോ നോക്കട്ടെ. പ്രിയക്ക് എല്ലാം കിട്ടും. ഓ നൈസ്.
ജാക്കറ്റ് ആയിട്ട് Yeah. കൊള്ളാല്ലേ? So nice. ഒരു ജാപ്പനീസ് ബേസ്ബോൾ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാക്ക് പോലെ കണ്ടോ? എനിക്ക് ഇഷ്ടമായിട്ടാ. നല്ലല്ലേ? നല്ലതാണ്. ലൂസ് ഫിറ്റാ. ജീൻസിന്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും. സ്പ്രീനെ പോലെ സ്ലിം ആയിട്ട് അവർക്ക് ഇടാം. ഇത് യൂണിസെക്സ് ആണ്. ഓ അതെങ്കിലും സമ്മതിച്ചല്ലോ. എനിക്ക് കേറില്ല. ആ പാൻസ് ഒക്കെ ഇതൊക്കെ നോക്ക് ഫാഷൻ. അതിന്റെ കോളർ ബട്ടൺസ് വരെ നോക്ക്. എനിക്ക് അതല്ല പാൻസിന്റെ ലൂസ് എന്ത് സ്റ്റൈലാ അല്ലേ? ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് കേറില്ല. ആ വലിയ സൈസ് കാണും. വേസ്റ്റ്. വേറെ സൈസ് ഉണ്ട് അവർക്ക്. പക്ഷെ ഭയങ്കര വണ്ണം തോന്നിക്കും. ഇല്ല. ലൂസ് ഫിറ്റ് ഇട്ടാ. തോന്നല്ല. യു തിങ്ക് യു ആർ ഫാറ്റ്. അതാണ് പ്രശ്നം. Why everybody thinks they're fat? എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടായിട്ട് ഞാൻ സ്ലിം ആയിപ്പോഴും. Only you think you're not fat. സൂപ്പർ അല്ലേ? ഡിസൈനർ ഹാൻഡ് ഇത് പ്രോപ്പർ ഡിസൈനർ ബാഗ് ആണ്. വൺ ഓഫ് പീസ്. നൈസ് നോ? ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ? കൊള്ളാം. only your arms we can see. ഇങ്ങനെ ഇടണം. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇടണം. ആ അങ്ങനെ ഇടണം. നൈസ്. യാ ഇവിടെ ആക്ച്വലി അപ്പോൾ കണ്ണാടി എല്ലാം ഉണ്ടല്ലേ? ഫാഷൻ ആക്സസറീസ് നിങ്ങൾക്ക് ഫാഷൻ വേണമെങ്കിൽ ന്യൂ ഇയറിനൊക്കെ വെക്കും. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ. അതെ ട്രെൻഡി ആയിട്ടുണ്ട്. കൊള്ളാം. നോട്ട് ഫോർ യു, പറ്റുന്നവർക്ക്. എനിക്ക് എന്താ പറ്റിയ? എന്താ പറ്റിയ എനിക്ക്? ഇറ്റ് ഡസന്റ് സൂട്ട് മീ. അതെ ഞാനും പറഞ്ഞേ. അയ്യോ പ്രീച്ചിക്ക് വട്ടായോ? അത് കൊള്ളാം കേട്ടോ. ദിസ് ഇസ് UV ഗ്ലാസ്. All UV protect. നല്ലത്. ഇൻഡോറിലൊക്കെ വെക്കാം. Looks it suits me, no? എന്താ you can also keep? Yeah. Just keep നോക്കട്ടെ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കുറച്ച് ഇന്ത്യൻസേ ഉള്ളൂ. വളരെ ഒരു ഇന്ത്യൻസിനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഒരുപാട് ഇതുപോലത്തെ ഡിസൈനർ ബ്രാൻഡ്സ് ഉണ്ട്. എവറിത്തിങ് ഇസ് കസ്റ്റം മെയ്ഡ്. എവറിത്തിങ്. അല്ലാതെ ഒരു മറ്റേ ഫേക്ക് ഐറ്റമോ കോപ്പി ഐറ്റംസോ അങ്ങനത്തെ ഒന്നുമില്ല. എവറിത്തിങ് ഇസ് കസ്റ്റം മെയ്ഡ്. ഫാഷൻ ഫോർവേഡ് ആയിട്ടാ. നോക്കിക്കേ സ്കേർട്സ് ഒക്കെയാണ് ആണുങ്ങളുടെ. കൊറിയൻ സ്റ്റൈൽ ഒക്കെ ഉണ്ട്. കൊറിയൻ ജാപ്പനീസ് ഇവരുടെ ഒരു ലേറ്റസ്റ്റ് സ്ട്രീറ്റ് സ്റ്റൈൽ തന്നെ അല്ലേ? ഈ തൊപ്പി നല്ല രസമുണ്ട്. എംബ്രോയിഡറി വർക്ക് ഉള്ളത്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ തൊപ്പി. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് ഈ തൊപ്പി. കഫ്താന്റെ ഒരു മോഡേൺ ടേക്ക് പോലെ. അടിപൊളി. കൊള്ളാലോ. ഇതും ഡിസൈനർ തൊപ്പി. ഇത് ഞാൻ വാങ്ങിയാൽ എനിക്ക് മാത്രമേ കാണുള്ളൂ. എനിക്കിഷ്ടായി. എനിക്കും കാണും. നല്ല സ്റ്റൈലായിട്ടില്ലേ? ഞാൻ വെച്ച ഈ ഡ്രസ്സിന്റെ കൂടെ മാച്ച് അല്ല, പക്ഷെ നല്ല വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ ഞാൻ എടുക്കുക. ഡിസൈനർ വെയർ എനിക്ക് കിട്ടിയാൽ ഞാൻ അപ്പം എടുക്കും. വെളി വന്ന് ഓ നൈസ്. യാ ഫാഷൻ ജെൻസി ആണ്. യാ ഇത് കണ്ടോ ചെറിയ എംബ്രോയിഡറി വർക്കും അതൊക്കെയുണ്ട്. നൈസ് ലുക്സ് നൈസ്. ഇപ്പൊ ഭയങ്കര ഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അതിപ്പോ എൽ സൈസ് ആയി. ഇപ്പൊ മെലിഞ്ഞ പോലെ ഉണ്ട്. നല്ലല്ലേ? അതാ പറഞ്ഞത്. എനിക്ക് അറിയുള്ളൂ ജെൻസിയുടെ സെലക്ഷൻസ് ഒക്കെ. ഇത് കോഡ് സെറ്റുവാ. ആണോ? ഈ ഷോർട്സ് ഉണ്ട്. ഇത് സെയിം ഷോർട്ട്. എന്തേ വൈഡിലിട്. ഓ കോഡ് സെറ്റ് വേണോ ഷർട്ട് മാത്രം മതിയോ? കോഡ് സെറ്റും കൂടി ഇടുമ്പോഴാ ഭംഗി. ആണോ? അപ്പോഴാ ഫിനിഷ് ഭയങ്കര ലുക്കായിട്ട് കേട്ടോ. ആദ്യമായിട്ടാണ് പറയുന്നത് ഒരു വൃത്തിയുള്ളൊരു ഡ്രസ് ഇട്ട് കണ്ടു. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇത് ഇട്ടോ ഊരണ്ട. You know what? Shirts only looks nice on you than wearing t-shirt. Not my type. ഞാൻ പറഞ്ഞതാണ് പ്രിയക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ രൺവീർ സിംഗ് സ്റ്റൈലാ. This is not my type. പക്ഷേ this is amazing. ആൾക്കാർ പറയും ദിനു കുറച്ച് അടിപൊളിയായിട്ട് പറയും. ഇതൊക്കെ യൂണീക്ക് ആണ് പ്രിയ. No one else you can. ഞാൻ വേറെണ്ണം കാണിച്ചു തരട്ടെ? ഇതിനേക്കാൾ യൂണീക്ക് ആയിട്ടുള്ള. ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. ഇതിന്റെ തന്നെ പാന്റ് ഉണ്ടാവുമായിരിക്കും. ഇതാണ് പറഞ്ഞ രൺവീർ സിംഗ് എന്ന്. Look at that. This looks very funny, I'm telling you. ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്ക്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്ക്. അത് ഓക്കേ. ഞാൻ വേറൊരു ഷർട്ട് കാണിച്ചു തരുന്നു. ഇത് നോക്ക്. ഇത് പിടിക്കേ. ഇതൊക്കെ സാധാരണ സംഭവം. പക്ഷെ അത് ആ ഒരു ബനാനയുടെ ഇത് പ്രിന്റ് വന്നപ്പോ അതിന്റെ ഒരു ഇത് മാറിയ കണ്ട ഒരു ഡിസൈനർ വെയർ ആയില്ലേ? നല്ലല്ലേ? ഇതാണ് സംഭവം. നോട്ട് മൈ ടൈപ്പ്. ഞാൻ നിക്കറും കൂടെ ഇട്ടോണ്ട് വരാം. നിങ്ങറാ? ആ വൈറ്റ് ഷർട്ടും കൂടെ ഇടണേ. എനിക്കൊന്ന് കാണണം.
ഗോഡ്, ഇതൊക്കെയാണ് പ്രിയ സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്തോന്ന് സ്റ്റൈൽ ഇത്? എന്താണിത്? യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ്. ഞാൻ ഇപ്പോ ഇത് ഇൻസ്റ്റാഗ്രാം പോൾ ഇടട്ടെ. ഇത് കൊള്ളാവോന്നാ? പീപ്പിൾ വിൽ സേ ദാറ്റ് യു ലുക്ക് ലൈക്ക് എ ജോക്കർ. നോ പ്രോബ്ലം. യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ലുക്കിംഗ് ലൈക്ക് എ ജോക്കർ? ഒരു കുഴപ്പമില്ല. ഇത് ജോക്കറെ പോലെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഷർട്ട് ഇഷ്ടായി. നിക്കറിന്റെ കുഴപ്പം. എനിക്ക് നോട്ട് മൈ ടൈപ്പ് എനിവേസ്. ഇഫ് യു ലൈക്ക് യു ബൈ. ഞാൻ ബൈ. കാർഡ് എടുക്ക്. കാർഡ് എടുക്ക്. നൈസ്. ഒരു ക്ലാസ് ഉണ്ട് കാണാൻ. പൊട്ട ഞാൻ എടുക്കത്തൊന്നുമില്ല. ഒരു ക്ലാസ് ഉണ്ട്. ആൻഡ് വൈറ്റ് സൂട്ട്സ് യു. ഇത് പറയും ഞാൻ ഇവിടെ ബനാന വെച്ചോണ്ട് ഞാൻ കുരങ്ങനാണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിതൊന്നും വേണ്ട. ഇത് നോക്ക്, ഇത് നോക്ക്. എനിക്ക് വൈബ്രന്റ്. ഇത് നോക്ക്. അയ്യോ ഇതൊന്നും വേണ്ട. നോക്ക്, വെച്ചേ വെച്ചേ. ഇതൊന്നും വേണ്ട. എന്റെ വൈബ്രന്റ് പേഴ്സണാലിറ്റിക്ക് ഇതൊന്നും മാച്ച് അല്ല. ഇത് ഭയങ്കര ഭംഗിയുണ്ട് ദില്ലു. വൈറ്റ് ലുക്സ് നൈസ് ഓൺ യു. എനിക്ക് വേണ്ടാന്ന്. സ്കൂൾ യൂണിഫോം പോലെയുണ്ട്. എന്ത്? ആ എന്നിട്ട് ഇത് ഹൗസിന്റെ സിമ്പിള് ബനാന. ഞങ്ങൾ പഠിക്കുമ്പോ ഓറഞ്ച് ബനാന ആപ്പിൾ ഗ്രേപ്സ്, അതില് ബനാന ഹൗസിലാന്ന് പറയും ഞാൻ ആ 3 സാധനം എടുത്തു. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ബാഗ്. ഗിഫ്റ്റ് തന്നോ? അധികം ഡയലോഗ് അടിക്കണ്ട. ഇതൊക്കെ ഞങ്ങളെ പോലെ ഫാഷൻ ഫോർവേഡ് ആയിട്ടുള്ള വർക്ക്. ഞാൻ പല പല വ്ളോഗിൽ പറയുന്നത്. എന്തോ ഇങ്ങനത്തെ സെലക്ഷൻ ഒക്കെ പ്രിയക്ക് ഇവിടുത്തെ ഒന്നും ഇഷ്ടമായിട്ടില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഇതാ. ഏത്? അപ്പൊ മറ്റേ ബ്ലൂ ഞാൻ ആദ്യം ഇട്ടത്. അതും കൊള്ളാം. ക്ലാസ് ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് അതായിരിക്കും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നോക്കിക്കോ, സീബ്ര. ഞാൻ അടുത്ത എക്സിബിഷനും അതിടും. ഓ താങ്ക് യു. വേണ്ട, കൊറേ ഗിഫ്റ്റ് കിട്ടിയല്ലോ. അതെ. പ്രിയ പ്രിയ 3 കോഡ് സെറ്റ്സ്. ആ ക്വാളിറ്റി 3400. 3400 3 കൊള്ളാലോ. ആൻഡ് ഡിസൈനർ വെയർ. റിമെമ്പർ ദാറ്റ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ. എനിക്കിത് മസ്റ്റ് വിസിറ്റ് ഷോപ്പിംഗ് പ്ലേസ് ആട്ടാ. ഇഫ് യു ലവ് സച്ച് ഫാഷൻ, ഇറ്റ്സ് ഇൻക്രെഡിബിളി അഫോർഡബിൾ. എന്റെ എക്സ്പെൻസീവ് സാധാരണ ഇങ്ങനത്തെ വെയർസ് അല്ലേ. ഇവിടെയൊക്കെ നോക്ക് കളക്ഷൻസ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി. ദിസ് ഇസ് ദ ഫൈൻഡ് ഓഫ് ദ സീസൺ ആണ്. ഇതിന്റെ മാർക്കറ്റിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഒരു രക്ഷയില്ല. നീ നോക്കട്ടെ, എനിക്കല്ലേ പറ്റുള്ളൂ. റീക്ക് എന്തായാലും ഒന്നും കിട്ടില്ലല്ലോ. സ്ട്രീറ്റ് ഫാഷൻ എനിക്ക് കിട്ടും. ഒന്നും കിട്ടില്ല. ക്യാരി ചെയ്യാനുള്ള ഇതില്ലാന്ന്. എന്തെങ്കിലുമൊക്കെ കിട്ടും. പ്രിയക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പ്രിയ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. എന്തായാലും അത് വാങ്ങില്ല. പ്രിയ പറയുന്നത് പ്രിയക്ക് ചേരില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഞാൻ പ്രിയനെ ഡ്രസ് ചെയ്താ ആണോ നല്ലത്, അതോ പ്രിയനെ ഡ്രസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് പറയുക. ഇവിടെ വെളിവാ. ബാക്കി നിന്ന് ഫുൾ കാണിക്കട്ടെ. ബാക്കി പോ. ഒറ്റ ഫ്രെയിമിൽ വരട്ടെ. ഇതാണോ പ്രിയ നോട്ട് കൂൾ എന്ന് പറയുന്നത്? എന്റെ ഫസ്റ്റ് ഡ്രസ് സെലക്ഷൻ തന്നെ. എങ്ങനെയുണ്ട്? വാട്ട് ആർ യു സേയിങ്? ഇഷ്ടപ്പെട്ടിട്ട് മുഖത്ത് അത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടാ. ദില്ലു ആണല്ലോ സെലക്ട് ചെയ്തത്. അത് തന്നെ. What are you saying? You look at least ഒരു 10 years younger and 10 years forward. In the sense fashion. It is incredibly cool. Correct watch. Shoes match അല്ല, sneakers ഇടണം. But this is also fine. ഞാനൊരു സംഭവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി കേട്ടാ. എന്നാ ഇത് തിരിച്ചു വെച്ചേക്ക്. ഇപ്പൊ ടീഷർട്ട് നോക്ക്, കംപ്ലീറ്റ് ഒരു മാച്ചിങ് സ്റ്റൈലായി. ആ ഇതൊക്കെ ഭയങ്കര കൂളാ. എവ്രിവൺ വിൽ ചെക്ക് ഔട്ട് ഹൂ ദിസ് ഇസ്. ഇങ്ങനെ കിട്ടുതായ ആ ഗേളിഷ്. അപ്പൊ ഇത് വേണ്ടല്ലോ. അത്ര വേണ്ട, അത് കുറച്ച് ഹിപ്പ് ആയി പോവും. ആ തൊപ്പി സാധാരണ ഡ്രസ്സിനോട് ഞാൻ വെച്ചോളാം. പിന്നെ വേഗം ആവട്ടെ. എന്നാ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, അത് കൊടുക്കും. സത്യം പറയാലോ, ഇങ്ങനത്തെ ഒരു ജീൻസ് വാങ്ങിച്ചാ കൊറേ ടീഷർട്ട്സ് മാറി മാറി ഇട്ടാ ഭയങ്കര ലുക്ക് ആയിരിക്കും. മാത്രമല്ല വെയിറ്റ് കൂടില്ല. വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ഷോപ്പിലേക്ക് ഒന്ന് വന്നു നോക്ക്. ഈ ഷോപ്പ് എന്താ? ഈ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. കൂൾനെസ് കാണിക്കാൻ. ഈ ടീഷർട്ട്സ് ഒക്കെ നോക്ക്, എല്ലാം ഇങ്ങനെയാ. അടുത്തത് കയ്യിലോ? കയ്യിലത് അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ആ മറ്റേ നെഞ്ചത്ത്. അത് കൊള്ളാല്ല, ഇത് കൊള്ളാല്ല. പക്ഷെ ഇതൊക്കെ കൊറിയൻസ് ഒക്കെ ഇടുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് അവൻ ഡോളും വെച്ചോണ്ട് നടക്കണോന്ന് പറയും. പക്ഷെ സ്റ്റൈലാണ്.
ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. നോക്ക് സ്വെറ്റ് ഷർട്ട്സ് നൈസ്. വിത്ത് ബാഡ്ജസ് ആൻഡ് ഇതുപോലത്തെ ഒക്കെ നല്ല അല്ലേ? അതാ പറഞ്ഞ ഭയങ്കര ട്രെൻഡിയാണ് ഇവിടെ ഉള്ള എല്ലാ ഷോപ്പും. ഇതിന്റെ ഡ്രസ്സിംഗ് റൂം തന്നെ കണ്ട എന്താ ജയില് പോലെയാ, ലിഫ്റ്റ് പോലെയാ, പഴയ ലിഫ്റ്റ് പോലെ. നോക്ക്, ഇതാണ് ഡ്രസ്സിംഗ് റൂം. കൂളിനോ? ബാഡ് റാബിറ്റ് ആണ്. ബാഡ് റാബിറ്റ്, അതാ എന്റെ പേരെന്ന് See, തോന്നുന്നു. ഇത് ഇതൊക്കെ ടീഷർട്ടിന് കൂടെ കയ്യില്. അടുത്ത ഇത് പ്രിയയുടെ സെലക്ഷൻ ആണ്. ഈ ഒരു മാല എടുക്കാൻ പറ്റും. ആകെ കൂടെ ഞാൻ സെലക്ട് ചെയ്തതിൽ കൊള്ളാന്ന് പറഞ്ഞ ഒരു സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? ഇതും മറ്റേ ഭംഗിയുണ്ട്. എന്റെ സെലക്ഷൻ ഉള്ള ഡ്രസ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. നൈസ്. ഇതിന്റെ എന്റെ മാച്ചിങ് റിംഗ് ഇല്ലേ ബ്ലാക്ക്, അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാച്ച് ആയിരിക്കും. കറക്റ്റാ, നല്ലതാ. താങ്ക് യു. അയ്യാ, എല്ലാ സെറ്റ് അടിപൊളിയായിരുന്നില്ലേ? പർച്ചേസസ് മസ്റ്റ് വിസിറ്റ് ആണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഫാഷൻ ഇഷ്ടമുള്ളവർക്ക് വരാം. ഫാഷൻ ഇഷ്ടമുള്ളവർക്ക്, യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും വന്നിരിക്കണം. യു വിൽ ഫൈൻഡ് ഇൻസ്പിറേഷൻ ഇവിടുന്ന്. നാട്ടിൽ കിട്ടില്ല. കുറേ വാങ്ങിയത് എന്തൊരു അഫോർഡബിളാ, ഭയങ്കര അഫോർഡബിൾ. നാട്ടിലൊന്നും ഇതിന്റെ കിട്ടത്തേ ഇല്ല. ഞാൻ കുറെ നാട്ടിലെ ഫാഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനൊരു ക്ലാസ് കുറവുണ്ട്. ജപ്പാൻ, ചൈന, കൊറിയ, തായ്ലൻഡും പോരാ, ഇപ്പൊ വിയറ്റ്നാം. ഈ 4 സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വേറെ ലെവല്. ഫുഡ് കഴിക്കാം, എന്നിട്ട് ഞാൻ അടുത്ത മസ്റ്റ് വിസിറ്റ് ഷോപ്പിംഗ് പ്ലേസിൽ കൊണ്ടുപോകാം. ഇതൊക്കെ നിങ്ങൾ OHFനെ താങ്ക് ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് വന്ന് വാങ്ങുവാണെങ്കിൽ അല്ലേ? ഹിഡൻ പ്ലേസ് ഫോർ അഫോർഡബിൾ ഷോപ്പിംഗ് ആയി കാണിച്ചു തരുന്നത്. സിറ്റി സെറ്റപ്പ് ആണ്, നല്ല ഫുട്പാത്ത്സ് ഉണ്ട്. ഇറ്റ്സ് എ വാക്കബിൾ സിറ്റി ഡിസ്ട്രിക്ട് 1-ലാണെങ്കിൽ. ആൻഡ് ബിൽഡിങ്സിൻ്റെയും നമുക്ക് കണ്ട ഒരു പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ്. നടന്നു പോകാൻ തന്നെ ഭയങ്കര രസമാണ്, മെയിൻലി ബിക്കോസ് ഫുട്പാത്ത്സ് ഇത്രയും വൈഡാണ്. ആൻഡ് നല്ല ചൂടാണ്. ഇത് ഞങ്ങൾ വന്നിരിക്കുന്ന ഏറ്റവും ചൂട് കുറവുള്ള മാസം, ഇന്നിട്ട് വരെ നല്ല ചൂടുണ്ട്. പിന്നെ താഴെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഫുൾ സെറ്റപ്പാണ്. ഇതുപോലെ ചെറിയ സ്റ്റൂളിലിരുന്നാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്. ഇവിടെ വന്ന് വിയറ്റ്നാമീസ് ഫുഡ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇനി ഞങ്ങൾ ഫുൾ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ വിയറ്റ്നാമീസ് ഫുഡ് ആയിരിക്കുമല്ലോ. ഇതൊക്കെ പ്രോപ്പർ ഒരു അമേരിക്കൻ ഡൈനർ പോലത്തെ ഒരു സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ആംബിയൻസിൽ കഴിക്കുന്നത്. ലുക്സ് ഓൾസോ സോ ഒത്തൻറ്റിക്. ഭയങ്കര റിവ്യൂസ് ആണ്. എന്തൊരു വൈബാന്ന് നോക്ക്. യു ഫീൽ ലൈക്ക് പ്രോപ്പർ അമേരിക്കയിൽ എത്തിയ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും അമേരിക്കൻ സിനിമകളിൽ പക്കയാ. ശരിക്കും അമേരിക്കയിൽ പോയ ഒരു ഫീലിംഗ് ഇല്ലേ? വിയറ്റ്നാമീസിൽ അമേരിക്കൻ ഒരുപാട് അമേരിക്കൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ഇതുപോലെ ഒത്തൻറ്റിക് അമേരിക്കൻ ഡൈനേഴ്സ് ഉണ്ട്. മിൽക്ക് ഷേക്ക്, ഇഫ് യു ആൾ ഷെയർ മിൽക്ക് ഷേക്ക്, വേൾഡ് ഫേമസ് മിൽക്ക് ഷേക്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അമേരിക്കയിലെ ഫേമസ് ഡൈനേഴ്സിൽ മിൽക്ക് ഷേക്ക് ഭയങ്കര പോപ്പുലറാണ്. ആ സെയിം ക്വാളിറ്റി മിൽക്ക് ഷേക്ക് കിട്ടും. ഒരെണ്ണം വാങ്ങി 3 പേർക്ക് ഷെയർ ചെയ്യാം. വിൽ ബി ഷോക്ക് ബൈ ദ സൈസ്. വേദന കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു ഹാപ്പി ഫാമിലിയുടെ ജിഞ്ചർ ബ്രെഡിനെ തന്നിട്ടുണ്ട്. അത് കൊള്ളാലോ. എന്നാ ഒരെണ്ണം കഴിച്ചോ? ഒരെണ്ണം തല കഴിക്കുക ആദ്യമേ. കണ്ട ഇത് മോൺസ്റ്റർ, ആൾക്കാരെ കഴിക്കുന്ന മോൺസ്റ്റർ മിൽക്ക് ഷേക്ക് അല്ലേ? മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ ക്രീം ആൻഡ് അമേരിക്കൻ. അല്ല പക്ഷെ ഇതെന്തിനാ? എന്താന്നറിയില്ല. അതുകൊണ്ട് ഇതിന്റെ അകത്തും എന്തോ ഉണ്ട്. ഗ്രീൻ ബീൻ ജ്യൂസ് ഒന്നുമല്ല. അവരോട് ചോദിക്കണം എന്താന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് അടുത്ത് കൊതിപ്പിക്കട്ടെ. എന്നെ നല്ല കണ്ടേ. നമുക്ക് ഇതിന്റെ ക്രീമിന്റെ തിക്നെസ്സും എടുത്ത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് നീത്തു ഭീമയുടെ മോളിന് വേണ്ടി ബിഗ് കഴിക്കുവാണ്. ഹെവൻലി. ഇതെന്താണെന്നറിയോ? ഇത് ലാർജ് ആയതുകൊണ്ട് വലിയ ഗ്ലാസ് അവർക്ക് ഇല്ല. അത് എക്സ്ട്രാ ഇതിലേക്കാ തന്നിരിക്കുന്നത്. ഇത് വലിച്ചാ വരുമോ നോക്കട്ടെ. ഇപ്പൊ ഇങ്ങനെയായിരുന്നല്ലേ മിൽക്ക് ഷേക്ക്? ഇനി അഡിക്റ്റഡ് ആയ നാട്ടിൽ കിടന്ന മിൽക്ക് ഷേക്ക് അല്ല. നമ്മൾ നാട്ടിൽ ഐസ്ക്രീം ഇട്ട് അടിച്ചാൽ പോലും ഈ ഒരു തിക്നെസ്സും ക്വാളിറ്റിയും വരില്ല കേട്ടാ. ദിസ് ഫീൽസ് ലൈക്ക് മൈ കോളേജ് ഡേയ്സ്. യുഎസിലൊക്കെ കുടിക്കുന്ന പോലത്തെ. എക്സ്പെഷ്യലി ടെക്സസ് ഭാഗത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. 3 പേർക്ക് ഒരെണ്ണം, കുറച്ച് ബാക്കിയും വരും. കുടിക്കണോ കഴിക്കണോ? ആദ്യമേ Excuse me, can I get the cheese garlic? താങ്ക് യു. ചീസ് ഗാർലിക് ബ്രെഡ്. ഇത് കഴിച്ചു കഴിഞ്ഞാ ഒരു സിപ്പ് കഴിച്ചു നോക്ക്. മിൽക്ക് ഷേക്ക് അതാണ്. എന്താ അല്ലേ?
നിങ്ങളുടെ വായന അത്രയും തിക്ക. നിങ്ങൾക്ക് ഇപ്പൊ ആ ടേസ്റ്റ് ചിലപ്പോ കിട്ടിക്കാണും നിങ്ങളുടെ വായല്. ആ ചെറിയ എടുത്ത് കളിക്കുക, ആ ക്രീമി മുക്കിയിട്ട് ഹെവൻലിയിലോ ആ ചെറിയ എടുത്ത് ആയില്ലേ. ഞാൻ ഒട്ടും മിൽക്ക് ഷേക്ക്, ഞാൻ എന്റെ ബ്ലോഗിൽ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു മിൽക്ക് ഷേക്ക് ചെയ്യുന്നത്. ശരി, കേക്കിന്റെ സൈസ് കണ്ട. ഇതാണ് അമേരിക്കൻ ഫുഡ്. അതെ. ആ ഇത് തരും. ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡ്സിന് കളർ ചെയ്യാൻ തരും കേട്ടാ. അപ്പൊ വേദു റെക്കമെൻഡ് ചെയ്തിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു ജിഞ്ചർ ബ്രെഡും കിട്ടും. ദിസ് ഇസ് ലൈക്ക് സദേൺ ഫ്രൈഡ് ടെക്സസ് ചിക്കൻ ആണ്. അത് ഇത് മുക്ക് ഒരു ക്രീമി സോസ് എന്തുവാ. ഇനി കഴിച്ചോ. കൊള്ളില്ല, റിച്ച് ആയിരിക്കും. ആ അല്ലേ. ബർഗറിന്റെ ക്വാളിറ്റി നോക്കിക്കോണേ. ഇത് ജസ്റ്റ് പ്രോപ്പർ ബീഫ് പാറ്റിയാണ്. ലുക്ക് അറ്റ് ദ ചീസ്, ദ കളർ, നൈസ്ലി മീഡിയം കുക്ക്ഡ് പാറ്റിയാണ്. ആൻഡ് ദെൻ tomatoes and lettuce, some coleslaw. So you got this buttery toasted burger. Smells heavenly. Oh yum. So highlight the beef ആണ്. ഇത് ബീഫ് ഫാറ്റിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതും കഴിച്ചിട്ട് ഒരു സോൾട്ടിനെസ് ഉണ്ട്. ഒരു മിൽക്ക് ഷേക്ക് എടുത്താൽ അതെ, എന്തൊരു ടേസ്റ്റ് മിൽക്ക് ഷേക്കിന്. നല്ല ടേസ്റ്റ്. പ്രിയ മിൽക്ക് ഷേക്ക് നോക്കി. അതായിരുന്നു. അപ്പൊ ഇതിന്റെ ലാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 2 ഗ്ലാസ്സാ. തിരിച്ച് മിൽക്ക് ഷേക്ക് ഫുള്ള്. ഇതിന്റെ തിക്നെസ് നിങ്ങളൊന്ന് നോക്കിക്കേ. നോക്ക്, ദിസ് ഇസ് ദ തിക്നെസ്. പ്രിയ മോഹൻ ഇനി 4 ദിവസത്തേക്കൊന്നും കഴിക്കണ്ട. അതാ കഴിക്കണ്ട. ഇവിടെ ബില്ല് വന്നിരിക്കുന്നത് 7,77,900 ആണ്. സോ ദാറ്റ്സ് ലൈക്ക് അറൌണ്ട് 2,500, വിച്ച് ഇസ് അമേസിംഗ് വാല്യൂ ഫോർ ദിസ് അമേരിക്കൻ ഫുഡ് ഓവർ ഹിയർ. നമ്മളൊരു വിയറ്റ്നാമീസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 പേർക്ക് സുഖമായിട്ട് ഒരു 1000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഒരു സ്ഥലത്ത് കഴിക്കാം. 1,000-1,500 രൂപയ്ക്ക്. പക്ഷേ അമേരിക്കൻ ഫുഡിന് ഇത്രയും ക്വാണ്ടിറ്റിക്ക്, ഞങ്ങൾക്ക് തീർക്കാൻ പോലും പറ്റാത്ത ക്വാണ്ടിറ്റിക്ക് മിൽക്ക് ഷേക്കും ഗാർലിക് ബ്രെഡ്സും ബർഗേഴ്സും സ്റ്റേക്സും എല്ലാം കൂടെ കഴിച്ചിട്ടും 2,500 ഇസ് ഇൻക്രെഡിബിളി അഫോർഡബിൾ. 4 പേർക്കുള്ള ഫുഡാണ് ഞങ്ങളിപ്പോൾ കഴിച്ചത്. അത്രയും സുഖമായിട്ട് കഴിക്കാം, അത്രയുണ്ട്. ഈ ഹോച്ചിമിനിൽ എപ്പോൾ വന്നാലും ഉള്ള ഇത്തവണ വിയറ്റ്നാമിൻ്റെ വെതർ വാസ് ഹൊറബിൾ കേട്ടോ. ഭയങ്കര ഫ്ലഡിങ് ഒക്കെ ആയിരുന്നു. ഹോച്ചിമിനിൽ നിങ്ങൾ എപ്പോൾ വന്നാലും, ജാനുവരി വന്നാലും ഫെബ്രുവരി വന്നാലും ജൂണിൽ വന്നാലും ഏപ്രിൽ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ റെയിൻ ഷവേഴ്സ് എന്തായാലും കിട്ടും. അത് എക്സ്പെക്ട് ചെയ്ത് മാത്രം വരിക. ഇനി നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരു ബെൻത മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിലാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് അധികം അഗ്രസീവ് അല്ലാത്ത സെല്ലേഴ്സിന് വേണമെങ്കിൽ ഈ കോപ്പി ഐറ്റംസ്, ഈ സൈഗോൺ സ്ക്വയർ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റഫ് വ്യൂ കാണിച്ചു തരാം. എനിക്ക് നല്ല ടീഷർട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങണം. ഓക്കെ, സോ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ആദ്യമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സാധാരണ നമ്മളെല്ലാം കാണും, ബാഗ്സ്, ഷൂസ്. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി ടീഷർട്ട്സ് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, ബെൻത മാർക്കറ്റിലൊക്കെ പോയാൽ ഭയങ്കര ഫോഴ്സ്ഫുൾ ആണ്. ഇവിടെ അതൊന്നും പ്രശ്നമില്ല. വേണമെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ ഇല്ല. പിന്നെ നമുക്ക് ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ബാഗ്സും ഷൂസസും ഒന്നും അത്രയും പോരാ. ഡ്രസ്സസിന് കുറച്ചധികം വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുട്ടീക്ക് പോലത്തെ ഷോപ്സും ഉണ്ട്, റെപ്ലിക്കാസും ഉണ്ട്. ചെറുതായിട്ടൊക്കെ ബാർഗെയിൻ ചെയ്യാം. അതെ, ഇങ്ങനത്തെ എടുക്കാനാണ് ഞാൻ മെയിനായിട്ട് വിയറ്റ്നാമിൽ വരുമ്പോൾ എപ്പോഴും എടുക്കുന്നത്. ഇതിന് നാട്ടിലത്തെ 300 റുപ്പീസേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് ഒറിജിനലിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ലാസ്റ്റ് ചെയ്യും. ഞാൻ ഒരു കോവിഡ് ടൈമിൽ നമ്മൾ ഫസ്റ്റ് ടൈം വന്നില്ലേ, അന്ന് വാങ്ങിയ ഒരു ടീഷർട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഡെയിലി അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 2-3 തവണ ഇടും. വാഷിംഗ് മെഷീനിൽ ഒരു കുഴപ്പമില്ല. സോ ഇതിപ്പോൾ എൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെ ഒരു 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. എപ്പോഴും ഞാൻ വരുമ്പോൾ ഇത് 3 എണ്ണം എടുക്കും. കണ്ടാൽ ഏകദേശം ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ആ സമയത്ത് നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ലുക്കില്ല. ഈ സ്പോർട്സ് വെയർ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റിയും ഡ്രൈ ഫിറ്റും ലാസ്റ്റിംഗ് ഒക്കെ ഒറിജിനലിൻ്റെ അത്രയും വരും. വേദൂനും കിട്ടി കേട്ടാ. വേദൂന് കുറേ റോഡ് ബ്ലോക്സിൻ്റെയും മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ കുറേ സെറ്റ് കിട്ടി.
ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റാണ്, ബാർഗെയിൻ ചെയ്ത് ഒരു 300 രൂപയ്ക്കൊക്കെ കിട്ടും. വിച്ച് ഇസ് ഇൻക്രെഡിബിൾ ക്വാളിറ്റി അല്ലേ? കുട്ടികൾക്കൊക്കെ ധാരാളമാണ്. 5 എണ്ണം എടുത്തു മതി പറയാം, നിർത്തിക്ക്. ഇതൊക്കെ പൊക്കിക്കൊണ്ട് പോകണ്ടേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടെഡിബെയർ കഫേ പോകണോ? എന്നാൽ മതി, നിർത്ത്. ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടില്ല, ഇവർ അധികം വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പോൾ ഷോപ്പിംഗ് ഇൻ വിയറ്റ്നാം എങ്ങനെയായിരിക്കും. അപ്പോൾ ഇതും കൂടെ നമ്മൾ എടുക്കുവാണ്. കുട്ടികൾക്ക്, വലിയവർക്ക്, ലേഡീസിന് എല്ലാവർക്കും സെറ്റ്. ഞാൻ ഒരു കിഡിലൻ അഡിഡാസിൻ്റെ ഷോർട്സും കൂടെ വാങ്ങി. കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ്സ് ആണ്. ഹോർഡിങ്സ് ആണെങ്കിലും ഷോപ്സ് ആണെങ്കിലും ഇതുപോലത്തെ മോൾസ് ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ്ലി ക്രിസ്മസ് വൈബ്സ് ഇട്ട് വെച്ചിരിക്കുവാണ്. അയ്യോ, ശരിക്കും ക്രിസ്മസ് ആയി എന്നാ തോന്നുന്നത്. ഇനിയും ഉണ്ട് 10-20 ദിവസം ക്രിസ്മസിന്. 10 ദിവസം കൊണ്ട് എല്ലാ ദിവസവും ഇവന്റ്. ഇന്നലെ ഇവന്റ്, ഇന്നും ഇവന്റ്. ഇന്ന് കുറേയും കൂടെ സ്റ്റോൾസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്നൊക്കെ കഴിച്ചാലേ പിന്നെ നമുക്ക് രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല, അത്രയും ഫുള്ളായി പോകും. ഞാനേ ഒരു കോൾഡ് കോഫി വാങ്ങി, ഒരു ഫോർ യു. അവരൊരു ഗിഫ്റ്റ് തന്നു. ഞാൻ ഒരു സോഡയും കുടിച്ചു. എന്താ ഗിഫ്റ്റ് എന്ന് ഗസ് ചെയ്താൽ ഞാൻ ഇപ്പം 5000 റുപ്പീസ് തരും. ഒറ്റ ഗസ്. വേഗം വേഗം വേഗം. അതും പറയില്ല. കോൾഡ് കോഫി വാങ്ങിയ ഒരു ഗിഫ്റ്റ് തന്നു. ഞാൻ 3 ഉള്ളേ. 1 2 3. ഒന്നും കിട്ടിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും ആലോചിച്ച് നോക്ക്. പുഴുങ്ങിയ മുട്ട. നോക്ക്, ഇത് കോൾഡ് കോഫിയാണ്. അതെടുത്ത കോൾഡ് കോഫിയുടെ മുകളിലത്തെ സാധനം. അതുകൊണ്ടല്ലേ തരാമെന്ന് പറഞ്ഞ. പുഴുങ്ങിയ മുട്ട. അത് കോൾഡ് കോഫി. പുഴുങ്ങിയ മുട്ട തരാന്ന് അപ്പൊ ഈവനിങ് സ്നാക്കുമായി. പ്രോട്ടീനുമായി. അതെ, ഒന്നും തന്നില്ല എന്ന് പറയണ്ട. വിയറ്റ്നാമിൽ വന്നിട്ട് ഇവർക്ക് എന്ത് മുട്ട ഇത്ര ഇമ്പോർട്ടന്റ്? നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? എല്ലാ ദിവസവും എടുത്ത് കോഫി ഇല്ലേ? അത് മാത്രമേ ഉള്ളൂ, വേറെന്താ? എഗ്ഗല്ലേ? ഇപ്പൊ എഗ്ഗ് കിട്ടിയില്ലേ? നമ്മുടെ നാട്ടിൽ എഗ്ഗ് കിട്ടും. ഇങ്ങനെ അതിന് എല്ലാരോടും ഗിഫ്റ്റ് എഗ്ഗ് കൊടുക്കാൻ പറയണം. പുഴുങ്ങിയ മുട്ട. നമ്മുടെ ഷോപ്പിൽ കൊടുക്കാം. 5000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ ഒരു പുഴുങ്ങിയ മുട്ട. സോറി, അവിടെ പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല ഇൻ ദ സെൻസ് ഇപ്പൊ സമയം 8 ആയി. അല്ല, ഒരു തവണ നമുക്ക് ട്രാവൽ വിത്ത് OHF ഞാൻ വിയറ്റ്നാമിലേക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെയൊക്കെ ട്രയലാണ്. അവർ ഈ വ്ളോഗ് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോന്ന്. ട്രാവൽ വിത്ത് OHF ചൈനയിലേക്കുണ്ട് March 7th. അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണുന്നത് ബിസിനസ് ആൻഡ് സൈറ്റ് സീയിങ് ആണ്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിലും അത് വരാം അല്ലേ? നമ്മൾ അങ്ങനെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വീട്ടിലേക്ക് ഫേർണിച്ചേഴ്സോ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വിയറ്റ്നാമും തായ്ലൻഡ് ഉള്ളിൽ ലേഡീസ് ട്രിപ്പ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതൊരു ഡിഫറെന്റ് ട്രിപ്പ് ആയിരിക്കും. കാരണം അതിൽ ഞാൻ പറഞ്ഞില്ലേ, സൈറ്റ് സീയിങ് കുറച്ചേ കാണുള്ളൂ. മെയിൻ സ്ഥലങ്ങൾ ഒരു ഫുൾ ഡേ ഷോപ്പിംഗിനായിരിക്കും, ഒരു ഫുൾ ഡേ സ്പായിനായിരിക്കും. അവർക്കൊരു പ്രോപ്പർ റിലാക്സേഷൻ ഹോളിഡേ എൻ്റെ പ്ലാൻ. അല്ലാതെ ഓടി നടന്ന് സൈറ്റ് സീയിങ്ങും അതൊന്നും അല്ല. എല്ലാം കുറച്ച്. പക്ഷെ ഒരു ദിവസം റിലാക്സിങ്, ഒരു ദിവസം ഷോപ്പിംഗ്. അങ്ങനെ എവിടെ കിട്ടും ടൂർ പാക്കേജ്? അത് നമ്മുടെ ഹിഡൻ ഡെസ്റ്റിനേഷൻസിലേക്ക്, ഹിഡൻ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ വിയറ്റ്നാമീസ് ഫുഡ് കഴിക്കാം. പിന്നെ എന്നാ ബാ ഇതെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന ബെഡിൽ കിടന്നുണ്ട്? ബാ, നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതാണ് ഹിഡൻ ജെമ്മിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടത്തെ കഫേസ് കണ്ട ഞെട്ടി തലയിറങ്ങി വീഴും. ഞാൻ പിടിച്ചോളാം. ഇതൊക്കെയോ സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടുന്ന് നടന്നു പോകുന്നുണ്ട് കേട്ടാ. ഇവിടെ ക്യാമറ, എനിക്കൊന്ന് ഇവിടത്തെ ഇവന്റിന് റെഡി ആയി പോകുന്നതാ. അല്ല, അവിടെ എന്തോ ഭയങ്കര ഇവന്റാ, അവാർഡ് നൈറ്റ് പോലെ എന്തോ. വേദുവിന് എന്തോ വേണം എന്ന് ഇവിടുന്ന് കേട്ടോ. ഇനി ഇതും കൂടെ വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇനി ട്രിപ്പ് എൻഡ് ചെയ്യുന്ന വരെ ഒരു സമാധാനം കാണില്ല. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ കേട്ടല്ലോ. ഒന്നുമില്ല, ഒറ്റ ഒരെണ്ണം. പിന്നെ ഇതെന്തിനാണെന്നറിയോ? വേദുവിന് നമ്മുടെ ടിവിയുടെ, വേദുവിന് നമ്മുടെ ഫ്രണ്ടിലൊരു TV ഉണ്ട്. അതിന്റെ അടിയിൽ വേദുവിന്റെ സ്പേസ് ആന്ന് പറഞ്ഞാൽ വേദു ഡെക്കറേറ്റ് ചെയ്യുന്നു. വേദു ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങുന്ന സാധനങ്ങൾ. ഫ്ലൈൻ ബോക്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണൂ ഇതിന്റെ അകത്ത്. വേദുവിന് ഏതാ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരെണ്ണം എടുക്കുന്നുള്ളൂ. പോങ്കി ഡൈറ്റ് ഫാദർ ക്രൈഡ് ഇങ്കി പിങ്കി പോങ്കി. ബാ ഇരുന്നോ.
വിയറ്റ്നാമീസ് ഫുഡല്ലേ വേണ്ടേ ഒത്തന്റിക്? ഇരിക്ക്. ഞാൻ എഴുന്നേപ്പിക്കാം. ഇതാ സ്ഥലം. ഇന്റീരിയേഴ്സ് കാണുമ്പോൾ തന്നെ പ്രിയയുടെ മുഖത്ത് ഒരു തെളിച്ചം വരും കേട്ടാ. ഫുഡ് കുറച്ച് മോശമായാലും വലിയ കുഴപ്പമില്ല. നമുക്കിപ്പോ മേളിപ്പോ ഇരുന്നിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. സച്ച് എ വൈബ്, മൈ ഗോഡ്. നല്ല ടേബിൾ കിട്ടി. ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ സാധാരണ കിട്ടില്ല കേട്ടാ. സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ റൂഫ് ടോപ്പ് ഓപ്പൺ സ്പേസ്, ഷിൽഡ് ഔട്ട് സ്പേസ്. ഏത് കാണും ഞാൻ 1 2 3. എന്താ? ഓ എന്താ റാബിറ്റ് നല്ലതല്ലേ? അല്ലേ? രണ്ടും വേണം, ഫോക്സും വേണം റാബിറ്റും വേണം. സ്ഥലം ഇത് കണ്ട ലൈമാണ്. ഇത് ആക്ച്വലി ടവലാ. വെള്ളത്തിലിട്ട വലുതായിട്ട് കൈ വൈപ്പ് ചെയ്യാം. അത് വെള്ളത്തിലിട്. വെള്ളത്തിൽ ഇതില് ആ ഇട്ടോ. ആ റെഡി. ഇട്. കൈ മാറ്റ്. കണ്ട വലുതായി. നീ എടുത്തോ. നീ കൈ തുടച്ചോ. ഓ ഇതൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലേ ഇങ്ങനത്തെ ഒക്കെ കാണാൻ അറിയാൻ പറ്റുന്നേ. അടിപൊളി കേട്ടാ. അപ്പൊ രണ്ടുപേരും ക്യാമറ ഓൺ. അപ്പൊ ചിയേഴ്സ് ടു ദ സെക്കൻഡ് ഡേ ഇൻ വിയറ്റ്നാം. വേദു ചിയേഴ്സ്. ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരുടെ സർവീസും എല്ലാം. ഭയങ്കര ചിരിച്ചുകൊണ്ട് എല്ലാം പറയുന്നതും ചെയ്യുന്നതൊക്കെ. പ്രിയ ഫയു തണുപ്പുണ്ട്. നല്ല തണുത്ത കരിക്ക്. ഒന്ന് കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ തൈലൻഡ് കരിക്കിന്റെ ടേസ്റ്റ് ആണോ നാട്ടിലത്തെ കരിക്കിന്റെ ടേസ്റ്റ് ആണോ? നല്ല സെർവിങ്, എല്ലാം അടിപൊളി കേട്ടാ. വില എത്രയായി? 90 rupees. ഏതാ നാടാണോ തൈലൻഡ് ആണോ? തൈലൻഡ് ആണോ? അപ്പൊ അടിപൊളിയാ. അമ്മോ ഇവരുടെ വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോൾ ഒത്തന്റിക് വേർഷൻ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് റൈസ് റാപ്പേഴ്സ് ആണ്. പോർക്ക്, പിന്നെ ഫുൾ ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ്, നോട്ട് ഫ്രൈഡ്. ഇറ്റ്സ് പ്രോപ്പർ തിൻ റൈസ് റാപ്പർ. ആൻഡ് ദീസ് ആർ സം ഫ്രഷ്ലി ഫ്രൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ്. Perfectly grilled prawns. ഒരു ചെറിയ ഉപ്പുരസമുണ്ട് പീനട്ടിൻ്റെ. ആൻഡ് ഫ്രഷ്നെസ് ഓഫ് ദ വെജിറ്റബിൾസ്. ഫ്രഷ്നെസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ അറിയുന്നത്. രാവിലെ എഴുതിയിട്ട് മുഖത്ത് തണുത്ത വെള്ളത്തിൽ കഴിക്കില്ലേ, ആ ഫീലിംഗ് ആയിരുന്നു. ഫൈനലി ഇത് വിയറ്റ്നാമിൻ്റെ നാഷണൽ ഡിഷ് കഴിക്കുവാണ്. വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രൗട്ട്സ് ഇടും. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്നാലും കഴിക്കാം. ഫുള്ളിടരുത് കണ്ട. മര്യാദയ്ക്ക് കഴിച്ചോന്നാ. ഞാൻ ഫുള്ളൊന്നും ഇടണ്ട. ഈ ചെടികൾ ഇടുക. ഫുൾ ചെടികൾ ഇടുക. ഇങ്ങനെ തന്നെ ഇടുക. നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാമല്ലോ. ആൻഡ് കുറച്ച് ചില്ലീസും ഇടാം. കുറച്ച് ചില്ലീസ് ഇടാം. റെഡ് ചില്ലി. ഫൈനലി സ്ക്വീസ് ഓഫ് ലെമൺ. സോ ആദ്യമേ ഞാൻ ബ്രോത്ത് മാത്രമായിട്ട് കുടിക്കാം കേട്ടോ. ഓ ഇത് സൂപ്പ് പോലെ അല്ല. ഇത് പ്രോപ്പർ ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ ബീഫ് ബ്രോത്ത്. ഇത് ചിക്കനാണ്. മീറ്റ് ബീഫാ, പക്ഷെ ബ്രോത്ത് ചിക്കനാണ്. സോ ഇറ്റ്സ് അമേസിങ് ഫ്ലേവർ. ബ്രോത്താണല്ലോ. ദെൻ വിൽ ട്രൈ ദ ബീഫ്. സോ ടെൻഡർ ബീഫ്സ് ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റേക്ക് കട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. Oh yum. Proper nice peppery beefന്റെ ഫ്ലേവർ ആണ്. ആൻഡ് ദെൻ ഫൈനലി നമുക്ക് സോസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇത് നൂഡിൽസ്. ഫോണിന്റെ നൂഡിൽസ് കുറച്ച് തിക്ക. കിട്ടിയില്ലേ ഫ്ലേവർ? ബീഫിന്റെ ഫ്ലേവർ അല്ല, സോറി, ഇത് ബ്രോത്തിന്റെ ഫ്ലേവർ. ഇതിന് ഓൾമോസ്റ്റ് ലൈക്ക് ബീഫ് ബ്രോത്ത് ഉള്ളി. ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. ആൻഡ് സോ ഹെൽത്തി ദിസ് മീൽ ഈസ്. ഊതി കഴിക്കും. കഴിക്കാൻ കണ്ടിട്ട് എനിക്കൊന്നും കൊതി വരുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്ക്
ഒരു സ്ലൈസ് ഓഫ് ബീഫ് എടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക് ടി വി കാണുന്നവരുടെ കാര്യം. എന്നിട്ട് ഇടയ്ക്ക് സൂപ്പ് എടുത്ത് അങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കുടിക്കുക. ആൻഡ് ദെൻ പിന്നെ ഗ്ലാസ് ഓഫ് കോക്ക്, ഡയറ്റ് കോക്ക്. ദ ഗുഡ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് മതി. ആ കൂടെ 200 രൂപയുടെ സാധനമുണ്ട്, ഒരു 50 രൂപ, വിച്ച് മേക്സ് യു ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് സോ ഡെലിഷ്യസ്. എല്ലാവരും പോ ട്രൈ ചെയ്യാട്ടോ, ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് സാധാരണ ഒരു ഇഷ്ടപ്പെടാത്ത ഫ്ലേവേഴ്സ് അല്ല ഇത്. സോ ഡെഫിനറ്റ്ലി ബെസ്റ്റ്. ഇവിടെ ഒന്നും വരണമെന്നില്ല, നിങ്ങൾ എവിടെയാണെന്നുള്ളത് വെച്ചാൽ ബെസ്റ്റ് ഫോർ നിയർ മീ. റേറ്റിംഗ് നോക്കുക, പോവുക. വിയറ്റ്നാമിൽ ഓൾമോസ്റ്റ് ഒരു 80% സ്ഥലങ്ങൾ കിടിലം പോവായിരിക്കും. ഓക്കെ, കോസ്റ്റ് ഞാൻ എല്ലാത്തിനും കോസ്റ്റ് കാണിച്ചു. എല്ലാം കൂടെ 378. സോ ദാറ്റ്സ് ലൈക്ക് 1150 or something. ഫ്രൈഡ് റൈസ്, കോക്കനട്ട്, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ എന്തായിരുന്നു, കോക്ക്, ഫർ, മറ്റേ സ്പ്രിംഗ് റോള്. ദഹിച്ചിട്ടില്ല, ഫുള്ളാണ്. ഞാൻ പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി വന്നാ, വിശന്നിട്ടല്ല. ഭയങ്കര അഫോർഡബിൾ കേട്ടോ. അത് നല്ലൊരു റെസ്റ്റോറൻറ്റ്, സ്വീറ്റ്സ്, നല്ല ആംബിയൻസ്, ഭയങ്കര അഫോർഡബിൾ. ബാങ്കോക്ക് ഒന്നും ഇതിന്റെ പകുതി റേറ്റിലേ കിട്ടില്ല. ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഉണ്ട്, പക്ഷെ ഇറ്റ് വെരി എക്സ്പെൻസീവ്. 2 ദിവസം ഹോച്ചിമിനുള്ളായിരുന്നു. വാട്ട് എ സിറ്റി. ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തപോലെ അല്ലായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് സോ മച്ച് ബെറ്റർ. അടിപൊളിയാണ്. ബാങ്കോക്കിന് പറ്റിയൊരു റീപ്ലേസ്മെന്റ് ആണ്. ആൻഡ് നാളെ നമ്മൾ ഇവിടെ വളരെ പോപ്പുലർ ആണ്, പക്ഷെ നാട്ടിലധികം പോപ്പുലർ അല്ലാത്ത, പക്ഷെ പോപ്പുലർ ആവേണ്ട ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുവന്ന്. അതൊരു കിഡിലൻ ബസ് ജേർണിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ലീപ്പർ VIP ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഒരു യാത്രയും ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് നാളെ കിട്ടുന്നത്. വെരി എക്സൈറ്റഡ് ടു ഷോ യു ദിസ് പ്ലേസ്. എനിക്ക് പോയി ആ സ്ഥലത്തിൽ നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻ്റെ ഒന്നും പറയില്ലേ, ഇതിൽ പോയ സ്ഥലത്ത് ഞങ്ങൾ ഫാമിലിയായി പോയി അല്ലെങ്കിൽ ഞങ്ങൾ പോയി എൻജോയ് ചെയ്തെന്ന്. അതുപോലത്തെ ഒരു സ്ഥലമായിരിക്കും ഇത് 100%. ബിക്കോസ് നമുക്ക് മൂന്നാർ പോലത്തെ ഒരു സ്ഥലമാണ്, കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. സോ അത് നമുക്ക് പൊതുവെ ഇഷ്ടമാണല്ലോ. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും നാളെ പോകുന്നത്. സോ അടിപൊളി വ്ളോഗായിരിക്കും. ആൻഡ് നമുക്ക് നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ആൻഡ് വേദുദേ കോൺ ഐസ്ക്രീം കഴിക്കുന്നു. ആൻഡ് ഇവിടെ എവിടെയാ? അവിടെ ഒരു അവാർഡ് നൈറ്റും നടക്കുവാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിരുന്ന് കാണാം അവാർഡ് നൈറ്റ്. അത് മ്യൂസിക് അവാർഡ് നൈറ്റ് ആണ്.